ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നൊരു ഡെയിലി വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഏതുവരെ പോകുമെന്നറിയില്ല. ഫുള്ളായിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് ആവുകയാണെങ്കിൽ പൊതുവേ ഞാനിങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യും. ദെൻ ഫുള്ളാക്കാതെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും പകുതി വഴിയിൽ മറന്നു പോവും. സോ നമുക്ക് നോക്കി നോക്കാം. സോ ഇന്നിപ്പോൾ ഞാൻ എണിച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. സോ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം കേട്ടോ. വ്ളോഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വളരെ മടിയുള്ള കൂട്ടത്തിലുള്ള ഒരാളാട്ടോ ഞാൻ. പക്ഷെ ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്തിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഇത് ഒരു ചെറിയ വ്ളോഗായിട്ടാണ് വരിക. നെക്സ്റ്റ് ഒരു വ്ളോഗ് കൂടെ നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് പൂരാടം ദിവസമാണ്. രാവിലെ തന്നെ ഞാൻ ഫ്രഷ് ആയിട്ട് അടുത്തുള്ള അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ അവിടുത്തെ ഗ്രാമത്തിലത്തെ ഈ ഒരു അമ്പലം എൻ്റെ ഫേവറേറ്റ് ആണ്. മുരുകനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഈ ഒരു അമ്പലം എൻ്റെ ഫേവറേറ്റ് ആണ്. മൈൻഡ് ഭയങ്കര പോസിറ്റീവായിട്ടോ. പിന്നെ എത്തിയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതാണ് കഴിച്ചെന്ന്, അതുകൊണ്ടായിരിക്കും ഇത് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ പൂവിടാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് പൂവ് ഇടാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇടും. പിന്നെ നമ്മുടെ അവിടുത്തെ സിമൻറ്റ് ഇളകി വന്നിട്ടുണ്ട്. അതായത് ഈ ചുവപ്പ് കളർ തിട്ടായിരുന്നു, കോലത്തിട്ട്. അത് ഇപ്പോൾ സിമൻറ്റ് ഇളകി വന്ന് അതിലൊക്കെ ഇങ്ങനെ പാഷാറ് വന്നിട്ടുണ്ട്. നമുക്ക് ബ്ലീച്ചിങ് പൗഡർ ഇട്ടാലും അപ്പോഴത്തേക്കും മഴ വന്ന് പെട്ടെന്ന് തന്നെ പോണു. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. എൻ്റെ തൊട്ട വീട്ടിലത്തെ ചേച്ചി നല്ല നൈസായിട്ട് പൂക്കൾ ഇടും കേട്ടോ. എല്ലാ ദിവസവും നല്ല അടിപൊളിയായിട്ട് ഇടും. ഇത് വേറെ നെയ്ബറിൻ്റെ അവിടുത്തെ പൂക്കളാണ്. അവിടെ പോയിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ഗ്രാമങ്ങളിലെ വീടിൻ്റെ പ്രത്യേകതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഒരു ചുമര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനത്തെ വീടുകളൊന്നും ഇപ്പം ഇല്ല, കാരണം എല്ലാവരും പൊളിച്ച് കെട്ടി. നമ്മുടെ അവിടെ തന്നെ ഈ ഒരു റോല്, ഈ ഒരു സൈഡ് ഈ കാണുന്ന വീടുകളാണ് ഉള്ളത്. ഇതിൽ എൻ്റെ വീട് ഏതാണെന്ന് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എല്ലാ വീടും ഒരുപോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ വീടെത്തിയിട്ട് നമ്മുടെ ജ്വല്ലറി ആട്ടോ, എൻ്റെ ഫേവറേറ്റ് ജുമുക്കയാണ്. നല്ല അടിപൊളി ബ്രൈഡൽ ജുമുക്കയാട്ടോ. സോ അതൊക്കെ ഞാൻ ഇത് ഓണത്തിന് വേണ്ടി ഇടണമെന്നൊക്കെ ഞാൻ ഇട്ട് നോക്കിയതാണ്. പിന്നെ നമുക്ക് ഇതൊക്കെ ഓർഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഓർഡേഴ്സൊക്കെ പാക്ക് ചെയ്ത് അയക്കുകയാണ്. അപ്പോഴാണ് അഖിലേട്ടന് ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിരുന്നു, അത് വന്നിട്ടുണ്ട് കേട്ടോ. സോ ഞാനതൊരു വീഡിയോ ആയി എടുത്തിട്ടുണ്ട്. സ്കിൻ കെയറിനെ പറ്റിയൊക്കെ ചോദിക്കുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാട്ടോ. അപ്പോൾ നമുക്കിത് പ്രൊമോഷനൊന്നും അല്ല. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിമ്പിളായിട്ട് ഡെയിലി ലൈഫിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഡെയിലി ഉപയോഗിച്ചാൽ തന്നെ വലിയൊരു സ്കിൻ കെയർ ആണ് നമ്മൾ ചെയ്യുന്നത്. അതെങ്കിലും ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുമ്പം ഭയങ്കര ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസറും, ഭയങ്കര ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ ക്രീം ബേസ്ഡ് മോയ്സ്ചറൈസറും എടുക്കുക. സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോയിട്ട്, എൻ്റെയൊക്കെ സെൻസിറ്റീവ് സ്കിന്നാണ്, സോ എനിക്ക് ഡോക്ടർ നിർദ്ദേശിച്ച മോയ്സ്ചറൈസറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അഖിലേട്ടൻ്റെ പറഞ്ഞാൽ അഖിലേട്ടൻ ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ. ഫേസിൽ ഒരു സാധനം ഉപയോഗിക്കില്ല. അപ്പോൾ സ്കിന്നൊക്കെ ഭയങ്കര ഡാമേജ് ആയ പോലെ തോന്നി. 1 വീക്ക് ആൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, സേലമായിരുന്നു. സോ സേലത്ത് പോയി തിരിച്ചെത്തുമ്പോഴേക്കും ആളുടെ സ്കിന്ന് വളരെ ഡാമേജായി തോന്നി. സോ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു. പ്ലമ്മിൻ്റെ ആണ് കേട്ടോ വാങ്ങിച്ചത്, കാരണം പ്ലമ്മിൻ്റെ അത്യാവശ്യം നല്ല പ്രൊഡക്ട്സ് ആണ്. അതുപോലെ നൈക്കയിൽ നല്ല റിവ്യൂ കണ്ടു, അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചു. സോ അതിൽ 3 എണ്ണം ആയിട്ട് വരുന്നൊരു പാക്കിംഗ് ആയിട്ടാണ് വാങ്ങിച്ചത്. മോയ്സ്ചറൈസർ ഉണ്ട്, സൺസ്ക്രീൻ ഉണ്ട്, അതുപോലെ തന്നെ സിറം ഉണ്ട്. ഞാൻ ഇന്നേ വരെ സിറം ഒന്നും മുഖത്ത് ഉപയോഗിച്ചിട്ടില്ല. സോ പിന്നെ അഖിലേട്ടൻ്റെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡാമേജ് ആയിക്കൊണ്ടിരിക്കുക, നല്ല ഡാമേജ് ആയിട്ടോ സ്കിൻ. എനിക്ക് ഭയങ്കര സങ്കടമായി. സോ അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ വാങ്ങിക്കാൻ തന്നെ കാരണം. സോ ഇതൊരു പാക്കിംഗ് ആയിട്ട് കിട്ടിയത്. ഇതിന് ടോട്ടൽ 1000 സംതിങ് എന്തോ, 1000 or 1200 അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. സോ ഇത് ഞാൻ അഖിലേട്ടൻ്റെ മുഖത്ത് യൂസ് ചെയ്യുമ്പോൾ റിവ്യൂ ഞാൻ പറയാം കേട്ടോ എന്തായാലും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗിഫ്റ്റായിട്ട് ഈ ഒരു കുഞ്ഞി സൺസ്ക്രീൻ ഗ്രീൻ ടീയുടെ കൂടെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. സോ നിങ്ങൾ ഡെയിലി ലൈഫിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കാരണം നമ്മുടെ ഇന്നത്തെ ക്ലൈമറ്റിൽ മോയ്സ്ചറൈസർ നല്ലത് ഉപയോഗിക്കുക, സൺസ്ക്രീന് നല്ലത് ഉപയോഗിക്കുക. എൻ്റെ വീട്ടിൽ പറയും ഡാഷ് മിട്ടുമ്പോൾ പരമ്പ് തേടുന്ന വ്യക്തിയാണ് ഞാൻ എന്നുള്ളത്. അങ്ങനെ അഖിലേട്ടൻ്റെ വീട്ടിലോട്ട് എല്ലാം പെറുക്കി പോകാനുള്ള തിടുക്കത്തിലാണ്. എല്ലാം ലാസ്റ്റ് മിനിറ്റ് ആട്ടോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണേ. കുറേ ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓൾട്ടർ ചെയ്ത് റെഡിയായി. അങ്ങനെ ഭയങ്കര റഷായിട്ടാണ് ഞാൻ പോകുന്നത്. നമ്മൾ കൽപ്പാത്തി വഴിയാണ് നമ്മൾ നേരെ അഖിലേട്ടൻ്റെ വീട്ടിലോട്ട് പോയത്. സോ അങ്ങനെ അഖിലേട്ടൻ്റെ വീട്ടിലെത്തി. അത് കഴിഞ്ഞതും പിറ്റേ ദിവസം ഉത്രാടമായിരുന്നു കേട്ടോ. സോ ഉത്രാട ദിവസം രാവിലെ തന്നെ എണിച്ചു. അതിനുശേഷം ഇത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഔട്ട്ഫിറ്റായിരുന്നു. ഇത് ഞാൻ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ്. കുറച്ച് ചെറിയൊരു ഓൾട്രേഷൻ്റെയൊക്കെ കുറവുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ തുണി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് കേട്ടോ. അതിൻ്റെ ബാക്കിൽ ജനൽ ഡിസൈനൊക്കെ വെച്ചിരുന്നു. സോ
ജനലൊക്കെ അഖിലേട്ടൻ കെട്ടിത്തരുമായിരുന്നു. ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക്. ഒരുപാട് മേക്കപ്പ് ഇടാത്ത ഉത്രാട ദിവസമായിരുന്നു. കാരണം ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വേറൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അതിന് കുറച്ച് മേക്കപ്പ് ഇടണമായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പതിയെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതാണ് എനിക്ക് ശ്രീകൃഷ്ണപുരത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമ്പലം. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു അമ്പലം. നമ്മൾ കയറി ചെന്നാൽ തന്നെ നമുക്ക് ഭയങ്കര ഫീലാണ് കിട്ടുക. അടിപൊളി അമ്പലക്കുളവും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു അമ്പലമാണ്. നല്ല രസമാണ്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് വീടെത്തി. ഞാൻ എൻ്റെ യൂണിഫോമിലോട്ട് വന്നു. അങ്ങനെയല്ല, ഈ ഡ്രസ്സ് ഞാൻ പൊതുവെ അഖിലേട്ടൻ്റെ വീട്ടിൽ എപ്പോഴും ഈ ഡ്രസ്സ് തന്നെയായിരിക്കും ഇടുക. അങ്ങനെ പിന്നെ ഞാൻ നേരെ താഴോട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നു. നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ചെറിയ കസിൻസൊക്കെ ആയിട്ട് ഒരു മീറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരെ കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചിരകുകയാണ്. അപ്പോൾ ഈ തേങ്ങ ചിരവലോടെ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ടാറ്റ, ഹാപ്പി